ഒരു വെടിക്കെട്ട് എങ്ങനെ അപകടം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് ഒരിക്കലും മുൻകൂട്ടി അറിയാൻ നോക്കിയല്ലേ. എല്ലാ ശ്രദ്ധയും വേണം, എല്ലാം മുൻകരുതലുകളും എടുക്കണം. ഒരു കാരണവശാലും ഒരു അപകടം ഉണ്ടാക്കാൻ, ഒരു സ്പാർക്ക് ഉണ്ടാകാൻ ഇടവരരുത്. അങ്ങനെ വേണം നടത്താൻ. അതിപ്പം എത്രയോ വർഷം പരിചയമുള്ള ഒരാളാണ് അവിടെ വെടിക്കെട്ട് നടത്തിയിരുന്ന ആൾ, എന്നിട്ട് പോലും അവിടെ അപകടം ഉണ്ടായി. ആ പാവം മരിച്ച സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ തൃശ്ശൂർ. വർഷങ്ങളായിട്ട് പൂരത്തിന് വെടിക്കെട്ട് നടത്തുന്ന അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ആളാണ് മരിച്ചു പോയത്. അപ്പോൾ അതുകൊണ്ട് ആരും വരുത്തി വയ്ക്കുന്നതല്ല ഇത് എന്തോ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ ഏറ്റവും മോശം കാലാവസ്ഥയിലാണ് ഈ തൃശ്ശൂർ പൂരം നടക്കുന്നത്. പീക്ക് സമ്മറാണ്, 38 ഡിഗ്രി ഒക്കെയാണ് ചൂട്. അപ്പോൾ വെടിമരുന്ന് അറിയാമല്ലോ, വെടിമരുന്നിന് തീ പിടിക്കാനായിട്ട് വലിയ വ്യത്യാസം വേണ്ട ചൂടിന്. അതുകൊണ്ട് സ്ലൈറ്റസ്റ്റ് പ്രൊവോക്കേഷൻ ഉണ്ടാകും. പിന്നെ അതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ അടുത്തടുത്ത് ഷെഡുകളൊക്കെ വച്ചായിട്ടായിരിക്കും ഇത്ര വലിയ വ്യാപ്തി ഒരു അപകടത്തിനുണ്ടായത്. അതിപ്പോൾ അവിടെ ചെന്ന് അതിനെക്കുറിച്ചൊക്കെ ഈ വെടിക്കെട്ടിൻ്റെ അറേഞ്ച്മെൻറ്റ് നടത്തിയിരുന്നത് എങ്ങനെയാണ്, എത്ര ബിൽഡിങ്സ് ഉണ്ടായിരുന്നു, എത്ര അടുത്താണ്, എത്ര സ്റ്റോർ ചെയ്തിരുന്നു, അതിനെക്കുറിച്ചെല്ലാം പഠിക്കും. കരുതൽ ഈ വെടിക്കെട്ട് അപകടരഹിതമായിട്ട് നടത്താൻ ആണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അതിനാണ് കമ്മീഷൻ പ്രധാനമായിട്ട് ഊന്നൽ കൊടുക്കുന്നത്. വെടിക്കെട്ട് നിരോധിക്കുക എന്നുള്ളതിനെക്കുറിച്ച് കമ്മീഷൻ്റെ സ്കോപ്പ് ഓഫ് വർക്കിലുണ്ട്, അതിനെക്കുറിച്ചും റെക്കമെൻഡ് ചെയ്യും.